നമ്മുടെ ബിരിയാണി പ്ലേറ്റിൻ്റെ കൂട് കാലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം കാലിക്കൂട് അടച്ചു വെക്കാൻ പോവാണ്. വന്ന് കയറുമെന്നറിയില്ല. കാരണം ഈ പ്രാവശ്യം ഇതിനകത്ത് ക്യൂൻസെല്ലാം അധികം ഉണ്ടായിരുന്നു. രണ്ടായിട്ടാണ് പിരിച്ചു വെച്ചത്. പക്ഷേ പിരിച്ചു വെച്ച പുതിയ കൂട്ടിൽ പിന്നെയും ക്യൂൻസെല്ലുണ്ടായിരുന്നു. പിന്നെ മറ്റ് കോളനികൾക്ക് കൊടുത്ത് കൂട് പിന്നെയും കുറച്ചുകൂടെ എണ്ണം കൂട്ടി. അങ്ങനത്തെ ഒരു ഭാഗ്യം കൂടെ കിട്ടി. ഈ രണ്ട് സ്ഥലത്ത് ഇതിൻ്റെ മേലൊരു ചട്ടിയായിരുന്നു. ഈ ചട്ടിക്കകത്തും ക്യൂൻസെല്ല് കൊള്ളായിരുന്നു, ഈ താഴെയും ക്യൂൻസെല്ല് കൊള്ളായിരുന്നു. ബാക്കിയുള്ളതിൽ വളരെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായുള്ളൂ. എന്തായാലും എല്ലായിടത്തും എണ്ണം കൂടിയുണ്ട്. അപ്പുറത്തും ഇരിപ്പുണ്ട്. ഈ ചട്ടിയൊക്കെ ഒഴിവാക്കാനുള്ളൊരു പരിപാടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഈ വോളിയം കൂടുതലാണ്, ഇൻസൈഡ് വോളിയം കൂടുതലാണ്. അപ്പം ചെറിയ ഏരിയയാണ് നല്ലത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഇപ്പം കാലിയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തപ്പം ഇങ്ങനത്തെ ഇതിൻ്റെ എന്താ പറയുക, കുറച്ചും കൂടെ വിശദമായി വിവരിക്കേണ്ടത് ഉണ്ടായിരുന്നു. ഇതിപ്പം കാലിയാക്കി. ഇനിയിപ്പോൾ ഞാൻ അടച്ചു വെക്കാൻ പോവാണ്. മെഴുകൊക്കെ ഒട്ടിച്ച് പഴയ മെഴുക് കുറച്ച് ഇരിപ്പുണ്ട് ഇവിടെ. അപ്പോൾ അത് ബിരിയാണി പ്ലേറ്റ് തന്നെ വെച്ച് അടച്ചു വെക്കാൻ പോവാണ്. കാരണം പഴയ എൻട്രൻസൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് വന്ന് കയറി നോക്കാം. ഓക്കെ. ഇത് ബിരിയാണി പ്ലേറ്റ് വെച്ച കൂടാണ്. ഇത് ഞാൻ കംപ്ലീറ്റ് കാലിയാക്കിയിരുന്നു. ഇപ്പോൾ ഒരു ടീം വന്ന് കയറി കൂടുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ തപ്പി നടക്കുവാണ്. എല്ലാം മറ്റുള്ള നല്ല കൂട്ടിലും കയറി ശല്യം ചെയ്യലായിരുന്നു. കടിപിടിയൊക്കെ കൂടുന്ന ഒരു ഗ്യാങ്ങാണ് വന്നത്. ഇന്ന് രാവിലെ നോക്കുമ്പം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ പ്രാവശ്യം ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇനി 2 ദിവസം കഴിയുമ്പോൾ തുറന്ന് നോക്കാം രാത്രിയിൽ. നമ്മുടെ പുതിയ കൂട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇതിനു മുമ്പ് വീഡിയോ എടുത്തിരുന്നു. അവർ മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല. കപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസകരമായ രീതിയിൽ ഈ പ്രാവശ്യം ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം മേളിലൊരു ഷീറ്റോടെ ഉണ്ട്. എന്തായാലും ഉദ്ദേശിച്ചതിനേക്കാളും ഭംഗിയായിട്ട് തേൻ തന്നെ അവർ കൂട്ടിയിട്ടുണ്ട്. ഒരാഴ്ചയായി വന്നിട്ട്. ഈ ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും പ്രോഗ്രസ് ഉണ്ട്. റാണിനെ ഞാൻ കണ്ടു, പക്ഷേ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പം കൂട് വന്ന് കയറിയതിന് ശേഷം ഏതാണ്ട് 10-12 ദിവസമായിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ ഹാപ്പിയായി. അപ്പോൾ ബിരിയാണി പ്ലേറ്റിലും നമുക്ക് ഇതുപോലെ ഏതെങ്കിലും സംവിധാനമൊക്കെ ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഇത് ഷോ കുറവ് വരാതിരിക്കാൻ വേണ്ടി ചെയ്തു വെച്ചതാണ് ബിരിയാണി പ്ലേറ്റ്. പക്ഷെ അതിൽ വന്ന് കൂട് കൂട്ടി. അപ്പോൾ ഈ പ്രാവശ്യം കംപ്ലീറ്റ് കാലിയാക്കിയിരുന്നു. അതിനുശേഷമാണ് പുതിയ കൂട് വന്ന് കയറിയത്. കയറിയതിന് ശേഷം ഒരു 12 ദിവസം അപ്രോക്സിമേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റിസൾട്ട് കേട്ടോ. നല്ലോണം ഈച്ചയൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കോളനി കുഴപ്പമില്ലാത്ത കോളനിയാണ്. അതൊരു ലക്കി ചാൻസിൽ കിട്ടിയതാണ്. ഓക്കെ.